السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. أيها الأصدقائي اليوم ندخل إلى درس جديد عنوان درسنا സ്റ്റീഫൻ ഹോക്കിംഗ്. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഉൻവാനു ദർസുന, നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഉൻവാനു ദർസുന സ്റ്റീഫൻ ഹോക്കിംഗ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ്. ദാലിക അൻ ഹയാത്തിഹി, സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവിതത്തെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഹൽ താലം അൻ ഹാദ ശഖ്സി ഹൽ ഷാഹദത്തും ഹാദ റജുൽ മിൻ ഖബൽ ഹൽ ഷാഹദത്തും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചിത്രത്തിൽ കാണുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ സ്കൂളിലെ ബുക്കുകളിലും പിന്നെ അതുപോലെ ഫോണിലും ടി വിയിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ പത്രങ്ങളിലൊക്കെ അറിയാമായിരിക്കും അല്ലേ? ഹുവ ആലിമും മഷ്ഹൂറും ഫിൽ ആലം അന്നഹു ആലിമു ഫീസിയായി അന്നഹു ആലിമും മഷ്ഹൂറും ഫിൽ ആലം അന്നഹു ബരീത്തോനിയും. അദ്ദേഹം ഒരു പ്രഗത്ഭനായ ലോകം കണ്ട ഒരു സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഫിസിക്സിലെ സയന്റിസ്റ്റ് ആണ്. ആലിമു ഫിസിയായി, ഫിസിക്സിലെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ബരീത്തോനിയും ബ്രിട്ടീഷുകാരനാണ് കേട്ടോ. അദ്ദേഹം ജനിച്ചത് ബ്രിട്ടനിലാണ്, ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. പ്രപഞ്ചശാസ്ത്രത്തെ കുറിച്ചൊക്കെ ഒരുപാട് ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചാപ്റ്ററിലോട്ടൊന്ന് കടന്നാലോ? എന്താണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്? ഇത് തർജുമത്ത് ഹയാത്തി അൻ സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്ന ഒരു ചാപ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്ന് പറയാം. അപ്പോൾ തർജുമത്ത് ഹയാത്തി അൻ സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പൊ നമ്മൾ ചാപ്റ്ററിലോട്ടൊന്ന് കടന്നാലോ? കാൻ സ്റ്റീഫൻ ഹോക്കിംഗ് ആലിമൻ മഷ്ഹൂറൻ ولد في 1942 ميلادية بمدينة أوكسفورد في إنجلترا. والده فرانك هوكينج، والدته إيزابيل هوكينج. أكمل دراسته في جامعة كامبريدج وصار ستيفن بارعا في علم الفيزياء. كان സ്റ്റീഫൻ ഹോക്കിംഗ് എന്തായിരുന്നു? ആലിമൻ മഷ്ഹൂറൻ, ഒരു ഫേമസ് സയന്റിസ്റ്റ് ആയിരുന്നു. ആലിമൻ എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ്, മഷ്ഹൂറൻ ഒരു ഫേമസ് പ്രസിദ്ധനായ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് എ ഫേമസ് സയന്റിസ്റ്റ്. ولد في 1942 മീലാദിയ, 1942 അദ്ദേഹം ജനിക്കുന്നത്. ബി മദീനത്തി ഓക്സ്ഫോർഡ് ഫി ഇഞ്ചൽത്തറ, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് പട്ടണത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബി മദീനത്തി ഓക്സ്ഫോർഡ് ഫി ഇഞ്ചൽത്തറ. ബോൺ ഇൻ 1924 ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ ഇതൊന്നും സ്ഥലങ്ങളൊന്നും ആരും മറന്നു പോരുത് കേട്ടോ. 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വാലിദത്തുഹു ഫ്രാങ്ക് ഹോക്കിംഗ്, പിതാവിന്റെ പേരെന്താണ്? ഹിസ് ഫാദർ വാസ് ഫ്രാങ്ക് ഹോക്കിംഗ്. വാലിദത്തുഹു, മാതാവിന്റെ പേരെന്താ? ഇസബെൽ ഹോക്കിംഗ്. ആൻഡ് ഹിസ് മദർ വാസ് എ ഇസബെൽ ഹോക്കിംഗ്. അപ്പൊ എന്താണ് പിതാവിന്റെ പേര്? ഫ്രാങ്ക് ഹോക്കിംഗ്, മാതാവിന്റെ പേര് ഇസബെൽ ഹോക്കിംഗ് എന്നാണ് കേട്ടോ. അക്മല ദിറാസത്തുഹു ഫി ജാമിഅത്തി കാംബ്രിഡ്ജ്. അക്മല ദിറാസത്തുഹു, അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കിയത് ഫി ജാമിഅത്തി കാംബ്രിഡ്ജ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കുന്നത്. ഹി കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒസ്വാറ സ്റ്റീഫൻ ബാരിയാൻ ഫി ഇൽമിൽ ഫിസിയായി. അങ്ങനെ സ്റ്റീഫൻ ആരായി? സ്റ്റീഫൻ ആയി തീർന്നു. ബാരിയാൻ, നിപുണനായി തീർന്നു എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പേർട്ട് ആയി തീർന്നു, നല്ല പ്രാവീണ്യം നേടി. ഫി ഇൽമിൽ ഫിസിയായി, ഭൗതിക ശാസ്ത്രത്തിൽ, ഫിസിക്സില്. ഫി ഇൽമിൽ ഫിസിയായി പറഞ്ഞാല് ഫിസിക്സിൽ അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഒരു നിപുണനായി മാറി എന്നാണ് പറയുന്നത്. എന്താണ്? ഒസാർ സ്റ്റീഫൻ ബാരിയാൻ ഫി ഇൽമിൽ ഫിസിയായി ആൻഡ് സ്റ്റീഫൻ became a proficient in physics.
അപ്പോൾ ഈ പാരഗ്രാഫ് ഒന്ന് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്താണ് പറയുന്നത്? സ്റ്റീഫൻ ഒരു പ്രഗത്ഭൻ, ഒരു ഫേമസ് സയന്റിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്താണ്? ഫ്രാങ്ക് ഹോക്കിംഗ്. മാതാവിന്റെ പേര് ഇസബെൽ ഹോക്കിംഗ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പഠനകാലമൊക്കെ പൂർത്തിയാക്കുന്നത് എവിടെ വെച്ചാണ്? കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഹി കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. പിന്നെ സാർ സ്റ്റീഫൻ ഭാര്യം ഫിസിയായില്ലേ. ആൻഡ് സ്റ്റീഫൻ ബിക്കം എ പ്രൊഫഷ്യൻ്റ് ഇൻ എ ഫിസിക്സ്. അദ്ദേഹം ഫിസിക്സിൽ ഒരു ഭൗതിക ശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ ഒരു വളരെ നിപുണനായും എക്സ്പേർട്ടായി മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇനി അടുത്ത 29ാമത്തെ പേജിലോട്ട് നോക്കൂ. أصيب بمرض عصبي في 21 من عمره وأصبح رهين الكرسي زها 55 عاما من حياته. صار ستيفن قدوة للصبر والمثابرة على الأمراض. له مؤلفات عديدة من أشهرها تاريخ موجز للزمن A Brief History of Time, الكون في قشرة جوز, The Universe in a Nutshell. توفي هوكينج يوم 14 مارس 2018 بكامبريدج. أصيب بمرض عصبي في 21 من عمره. ഉസീബ അദ്ദേഹത്തിന് ബാധിക്കുകയാണ്. ഉസീബ പറഞ്ഞാൽ അദ്ദേഹത്തിന് ബാധിച്ചു. ബിമറലിൻ അസബീൻ, ഒരു നെർവസ് ഡിസീസ്, അദ്ദേഹത്തിനൊരു ഞരമ്പ് സംബന്ധമായ ഒരു രോഗം ബാധിക്കുകയാണ്. ഒരു ന്യൂറോളജിക്കൽ ഡിസീസ് എന്ന് പറയാം. ബിമറലിൻ അസബി എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ ഡിസീസ്. ഫി ഹാദി വൽ-20 മിൻ ഉംരിഹി, അദ്ദേഹത്തിന്റെ വയസ്സിൽ 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ന്യൂറോളജിക്കൽ ഡിസീസ് ബാധിക്കുകയാണ്. ഉസീബ ബിമറലിൻ അസബിയും ഫി ഹാദി വൽ-20 മിൻ ഉംരിഹി. He was diagnosed with a nervous disease at the age of 21. അങ്ങനെ وأصبح رهين الكرسي زها 55 عاما من حياته. وأصبح, അങ്ങനെ അദ്ദേഹമായി തീർന്നു. റഹീനൽ കുർസി, ഈ രോഗം ബാധിച്ചതോടെ അദ്ദേഹം എന്തായി? റഹീനൽ കുർസി, ഒരു കസേരമേൽ തടങ്കലിലായി. എന്ന് വെച്ചാൽ ഒരു റഹീൻ പറഞ്ഞാൽ ബന്ധിതനായി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം പിന്നെ കസേരയിലായി എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു വീൽ ചെയറിലായിട്ടോ. അസ്ബഹ റഹീനൽ കുർസി, അദ്ദേഹം ഒരു ചെയർ ഹോസ്റ്റേജ് ആയി. ചെയർ ഹോസ്റ്റേജ് പറഞ്ഞാൽ ഒരു കസേരയിൽ ബന്ധിതനായി എന്നാണ് പറയുന്നത്. സുഹാ 55 ആമൻ മിൻ ഹയാത്തിഹി, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 55 വർഷക്കാലം അദ്ദേഹം ഒരു കസേരയിൽ മാത്രം ബന്ധിതനായി പോയി എന്നാണ് പറയുന്നത്. ആൻഡ് വാസ് കൺഫൈൻഡ് ടു എ വീൽ ചെയർ ഫോർ അബൌട്ട് 55 years ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 55 വർഷക്കാലം അദ്ദേഹം ഒരു കസേരമേൽ, വീൽ ചെയറിന്മേൽ ആയിത്തീർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സാർ സ്റ്റീഫൻ ഖുദ്വത്തൻ ലിസ്സബ്രി വൽ മുസാബറത്തി അലൽ അംറാദ്. സ്റ്റീഫൻ എന്തായി തീർന്നു? സാർ സ്റ്റീഫനായി ഖുദ്വത്തൻ ലിസ്സബ്ർ, നല്ല ക്ഷമയുള്ള, പേഷ്യന്റ് അല്ലെ, നല്ല ക്ഷമയുള്ള ഒരു ഉദാഹരണമായി, ഒരു മോഡലായി തീർന്നു. വൽ മുസാബറത്തി, മുസാബറത്ത് പറഞ്ഞാൽ പോരാടുന്നു, അലൽ അംറാദി, രോഗങ്ങളോടൊക്കെ പോരാടി നേരിട്ട് കൊണ്ട് അദ്ദേഹം നല്ലൊരു ക്ഷമയോടെ നേരിടുന്ന ഒരു മിസാലൻ, ഒരു മോഡലായി തീർന്നു എന്നാണ് പറയുന്നത്. സോറ സ്റ്റീഫൻ ഖുദ്വത്തൻ ലിസ്സബ്ർ വൽ മുസാബറ, മുസാബറ പറഞ്ഞാൽ പോരാടുക, അലൽ അംറാദി, രോഗങ്ങളോട് പോരാടിക്കൊണ്ട് ജീവിച്ചു. സ്റ്റീഫൻ ബിക്കേം എ മോഡൽ ഓഫ് പേഷ്യൻസ് ആൻഡ് റീസൈലൻസ് ഇൻ ദി ഫേസ് ഓഫ് ഇല്ലിനെസ്. ഇല്ലിനെസ് എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥ, എല്ലാ രോഗത്തിനെയും നേരിട്ട് കൊണ്ട് അദ്ദേഹം ക്ഷമയോടെ നേരിടുന്ന ഒരു മിസാല്, ഒരു മോഡലായി തീർന്നു എന്നാണ് പറയുന്നത്. ലഹു മുഅല്ലഫാത്തുൻ അദീദ വമിൻ അശ്ഹരിയ. ലഹു, അദ്ദേഹത്തിനുണ്ട്, മുഅല്ലഫാത്തുൻ, ഗ്രന്ഥങ്ങൾ, രചനകളുണ്ട്, അദീദ, ഒരുപാട്,
ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ വീൽ ചെയറിലായതിനു ശേഷം അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം രോഗമാണെന്ന് കരുതിയിട്ട് തളർന്നിട്ടില്ല. അദ്ദേഹം നല്ല എല്ലാ രോഗത്തെയും നേരിട്ടുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രഗത്ഭനായ ഒരു സയന്റിസ്റ്റായി മാറിയതൊക്കെ ഈ ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ലഹു മുഅല്ലഫാത്തുൻ അദീദ, ഹി ഹാസ് മെനി പബ്ലിക്കേഷൻസ്. ഒമിൻ അഷ്ഹരിഹ, അതിൽ ഏറ്റവും ഫേമസ് ആയത് പ്രശസ്തമായത് ഏതൊക്കെയാണ്? ദ മോസ്റ്റ് ഫേമസ് ഓഫ് വിച്ച് ആർ, താഴെ നമുക്ക് രണ്ട് മോഡലുകൾ കാണാം ഫേമസ് ആയ ഗ്രന്ഥങ്ങൾ. ഏതൊക്കെയാണ്? താരിഖുൻ മൂജസുൽ ലിസമൻ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പേരുള്ള ഒരു ഗ്രന്ഥം. താരിഖുൻ മൂജസുൽ ലിസമൻ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. പിന്നെ രണ്ടാമത്തെ ഗ്രന്ഥം എന്താ? അൽ കൗനു ഫി ഖിശ്റത്തി ജൗസിൻ, ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ. ലോകം ഒരു നട്ട്ഷെല്ലിനുള്ളിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചം ഒരു നട്ട്ഷെല്ലിനുള്ളിൽ എന്നാണ് പറയുന്നത്. അൽ കൗൻ ഫി ഖിശ്റത്തി ജൗസിൻ, ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ. നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മള് പിസ്ത ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? പിസ്തത്തോടൊക്കെ. അപ്പൊ പിസ്തന്റെ ഉള്ളിൽ കാണുന്ന ആ പിസ്താണ് നെട്ടിലെ അതിന്റെ ഷെല്ലാണ് അതിന് ചുറ്റുഭാഗമുള്ള ഷെല്ല്. അപ്പൊ അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, പ്രപഞ്ചം ഒരു നട്ട്ഷെല്ലിനുള്ളിൽ എന്ന് ഉദ്ദേശിക്കുന്നു. അതും ഒരു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഫേമസ് ആയ ഒരു ഗ്രന്ഥമാണ്. തുവഫിയ ഹോക്കിംഗ് യോമ 14 മാർച്ച് 2018 ബി കാംബ്രിഡ്ജ്. തുവഫിയ ഹോക്കിംഗ് മരണപ്പെടുന്നത് യൗമ 14 മാർച്ച് 14 അദ്ദേഹം മരണപ്പെടുന്നത്. 2018, ഈ അടുത്ത കാലത്താണ് അല്ലേ? 2018 ബി കാംബ്രിഡ്ജിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ മരണ വാർത്തയൊക്കെ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ തുവഫിയ ഹോക്കിംഗ് യോമ 14 മാർച്ച് 2018 ബി കാംബ്രിഡ്ജ്. ഹോക്കിംഗ് ഡെഡ് ഓൺ മാർച്ച് 14 കാംബ്രിഡ്ജിലാണ് അദ്ദേഹം മരിക്കുന്നത് കേട്ടോ. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലായിരിക്കും അല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഏകദേശം എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നന്നായിട്ടൊന്ന് വായിക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ജീവചരിത്രം മനസ്സിലായില്ലേ? ഒരു എന്താണ്, ആലിമൻ ഫിസിയായി അല്ലേ? അദ്ദേഹം ഒരു ഫിസിക്സ് സയന്റിസ്റ്റ് ആണ്. പിന്നെ അതുപോലെ അദ്ദേഹം ജനിക്കുന്നത് 1942 ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിതാവിന്റെ പേര് ഫ്രാങ്ക് ഹോക്കിംഗ്, പിന്നെ മാതാവിന്റെ പേര് ഇസബൽ ഹോക്കിംഗ്. പിന്നെ അദ്ദേഹം അക്മല ദിറാസത്തുഹു ഫി ജാമിയത്ത് കാംബ്രിഡ്ജ്. പിന്നെന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു രോഗം ബാധിക്കുകയാണല്ലേ? ഉസീബ ബി മറലിൻ അസബി, ഒരു ന്യൂറോളജിക്കൽ ഡിസീസ്, നെർവസ് ഡിസീസ് അദ്ദേഹത്തിനെ ബാധിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം 55 വർഷക്കാലം അദ്ദേഹം ഒരു വീൽ ചെയറിലായിരുന്നു അല്ലേ? വീൽ ചെയറിലായിരുന്നിട്ടും അദ്ദേഹം രോഗങ്ങളോടൊക്കെ പോരാടിക്കൊണ്ട് ഒരു പ്രശസ്തനായി തീർന്നു. ഒരു മികച്ച ഒരു സയന്റിസ്റ്റായി മാറി. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ 2 ഗ്രന്ഥങ്ങളുടെ പേരാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, അതുപോലെ ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ എന്ന 2 പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. പിന്നെ അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ്? തുവഫിയ ഹോക്കിംഗ് മാർച്ച് 14 2018 മാർച്ച് 14 അദ്ദേഹം മരണപ്പെടുന്നത്. ഇവിടെ? ബി കാംബ്രിഡ്ജ്. അപ്പൊ കാംബ്രിഡ്ജിൽ അദ്ദേഹം മരണപ്പെടുകയാണ് അല്ലേ? അതിന് താഴെ കാണുന്ന പിക്ചർ എന്താണ്? അദ്ദേഹം ഒരു സീറോ ഗ്രാവിറ്റിയുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഇത്രയും രോഗങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടെങ്കിലും അദ്ദേഹം തോറ്റു കൊടുത്തിട്ടില്ല അല്ലേ? അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു മനഃശക്തി കൊണ്ടാണ് അല്ലേ എവിടെയെല്ലാം എത്തി? ബഹിരാകാശത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇനി 30ാമത്തെ പേജിലോട്ടൊന്ന് നോക്കൂ. എന്താണ് കാണുന്നത്? നഖ്റൗ തർജുമത സ്റ്റീഫൻ ഹോക്കിംഗ് വനുക്കുമിൽ ബയാനാത്ത് ഷഖ്സിയ. നഖ്റൗ, നമുക്ക് വായിക്കാം. തർജുമത സ്റ്റീഫൻ ഹോക്കിംഗ്,
ഹോക്കിങ്ങിന്റെ ജീവചരിത്രം നമ്മൾ വിവർത്തനം അല്ലെ, ട്രാൻസ്ലേഷൻ, അദ്ദേഹത്തിന്റെ ആ ജീവചരിത്രം നമ്മളൊന്ന് വായിക്കാം. നുക്കുമിൽ ബയാനാത്തിഹി അഷഖ്സിയ. ബയാനാത്ത് ഷഖ്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡാറ്റ, പേഴ്സണൽ ഇൻഫർമേഷൻ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന്റെ ബയോഡാറ്റ തയ്യാറാക്കാനാണ്, ഫില്ല് ചെയ്യാനാണ് നമ്മോട് പറയുന്നത്. അപ്പോൾ ഒരു പാരഗ്രാഫിൽ ഒരുമിച്ച് അങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ ചാപ്റ്റർ വായിച്ചില്ലേ, അങ്ങനെ വായിക്കുന്നതിന് തെർജുമത്ത് ഹയാത്ത് എന്ന് പറയാം. അതുപോലെ നമ്മളിങ്ങനെ ഒരു പോയിന്റ്സ് ആക്കി ഇങ്ങനെ ഒരു ടേബിളിൽ ഇങ്ങനെ എഴുതുന്നതിനെ എന്ത് പറയും? ബയോഡാറ്റ എന്ന് പറയും അല്ലേ. അപ്പൊ നമുക്ക് താഴെ കാണുന്ന ബയോഡാറ്റ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയാലോ. സിമ്പിൾ അല്ലേ? നമ്മുടെ ഈ ചാപ്റ്ററിൽ അതുപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് എഴുതുക? അൽ ബയാനാത്തു ഷഖ്സിയ എന്ന് വെച്ചാല് ബയോഡാറ്റ. അപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഫോട്ടോ ഒക്കെ കാണാം. എന്നിട്ട് എന്താണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്? അൽ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്താണ്? സ്റ്റീഫൻ ഹോക്കിങ് അല്ലെ. മക്കാനിൽ വിലാദ, എവിടെയാണ് ജനിക്കുന്നത്? ഓക്സ്ഫോർഡ് ഫിഞ്ചൽത്തറ അല്ലെ, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അത് അവിടെ എഴുതാം. പിന്നെ താരിഖുൽ മീലാദ് 1942 അദ്ദേഹം ജനിക്കുന്നത് അല്ലെ. പിന്നെ ഇസ്മുൽ വാലിദ്, പിതാവിന്റെ പേരെന്തായിരുന്നു? ഫ്രാങ്ക് ഹോക്കിങ്. അതുപോലെ ഇസ്മുൽ വാലിദ, മാതാവിന്റെ പേര് ഇസബൽ ഹോക്കിങ് അല്ലെ. പിന്നെ ജിൻസിയ എന്തായിരുന്നു? ജിൻസിയ, അദ്ദേഹം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബരിത്താനിയ അല്ലെ, അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനാണ്. അപ്പൊ നമുക്ക് ജിൻസിയ അവിടെ എന്ത് എഴുതാം? ബരിത്താനിയുൻ എന്ന് എഴുതാം. പിന്നെ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിന്റെ രചനകൾ എന്തൊക്കെയാണ്? ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയായാലും മുഅല്ലഫാത്തുന അദീദ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. താരീഖുൻ മൂജസുൽ ലിസ്സമൻ എന്ന് വെച്ചാൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അതുപോലെ രണ്ടാമത്തെ ഗ്രന്ഥം അൽ കൗൻ ഫി ഖിശ്റത്തി ജൗസിൻ, എ യൂണിവേഴ്സ് ഇൻ എ നെറ്റ്ഷെൽ എന്ന 2 രചനകൾ ഇവിടെ എഴുതാം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ് കേട്ടോ. പിന്നെ മക്കാനുൽ വഫാത്ത് എന്താ? എവിടെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്? കാംബ്രിഡ്ജിലാണ് അല്ലെ. അദ്ദേഹം കാംബ്രിഡ്ജിലാണ് മരണപ്പെടുന്നത്. അപ്പോൾ മക്കാന് പറഞ്ഞാൽ ആ സ്ഥലം, മരണപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ കാംബ്രിഡ്ജ് എന്ന് എഴുതാം. താരിഖുൽ വഫാത്ത്, മരണപ്പെട്ട ഡേറ്റ് മാർച്ച് 2018 മാർച്ച് 14 അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ അത് ഫില്ല് ചെയ്തൂടെ? അപ്പൊ നമുക്ക് എക്സാമിനൊക്കെ എങ്ങനെയാ വരിക എന്ന് വെച്ചാല്, ഒരു പാരഗ്രാഫ് തരും, ഒരാളുടെ ജീവചരിത്രം, ഒരു തെർജുമത്തുൽ ഹയാത്ത് തന്നിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. ചിലപ്പോൾ ഇസ്മുൽ കാമിൽ, ഇസ്മുൽ വിലാദ എന്നൊന്നും ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ തരും. അപ്പൊ നമ്മുടെ ബയോഡാറ്റ തയ്യാറാക്കാൻ പറയും. അപ്പൊ നമുക്ക് അങ്ങനെ തയ്യാറാക്കിക്കൂടെ? അപ്പൊ ആദ്യം ഇസ്മുൽ കാമിൽ എഴുതാം, പിന്നെ വിലാദ, താരിഖുൽ മീലാദ്, ഇസ്മുൽ വാലിദ്, പിന്നെ അതൊക്കെ നമുക്ക് ആ പാരഗ്രാഫിൽ ഉണ്ടാക്കും. അതുപോലെ നല്ല രീതിയിൽ എടുത്തെഴുതാം. എക്സാമിനൊക്കെ അത് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായിട്ടൊന്ന് വായിക്കുക. എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.